ഹലോ ഗായ്സ്, ഇന്ന് ഞാനും മാമിയും പാറും കണ്ണനും ഒക്കെ ഒരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്ന് വെച്ചാൽ മാമിയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. നോക്ക്, വെയിൽ കാരണം പുല്ല് വരെ കരിഞ്ഞുണങ്ങി നിൽക്കുക. അത് വിട്. ഞങ്ങൾ അവരെ പൊട്ടിച്ച് ഫ്രണ്ടിൽ വന്നപ്പം എടുത്ത വീഡിയോ ആണ്. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് എന്നെ കൊഞ്ഞണം കുത്തി കാണിച്ചിട്ട് പാറും ഒക്കെ അതുകൊണ്ട് ഫ്രണ്ടിൽ പോയി. ബർത്ത്ഡേക്കാവരായിട്ടൊരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ടോപ്പ് വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഒരു ടോപ്പൊക്കെ നമ്മൾ നമ്മള് മാമന്റെ വീട്ടില് ഓർക്കാപ്പുറത്ത് കയറി ചെന്നതുകൊണ്ട് അവരെല്ലാം കൂടെ ഉറങ്ങായിരുന്നു. പിന്നെ അവരെല്ലാം വിളിച്ചുണർത്തി. പക്ഷെ ഇപ്പൊ അവിടെ ഞങ്ങൾക്ക് ഇട്ടുതരാൻ പാലില്ല. അതുകൊണ്ട് വന്ന് ഞങ്ങൾ തന്നെ പോയി പാല് വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഞാനും പാറ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ പോയി പാല് വാങ്ങിച്ചു തരാം. അടുത്താണ് പറഞ്ഞത് കാശൊക്കെ തന്നിട്ട് ബാക്കി പൈസക്ക് നമുക്ക് വെള്ളം കുടിക്കാം. ബാക്കി ഒറ്റെങ്കിൽ വെള്ളം കുടിച്ച് പാല് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് ആ വരുമ്പ് വരുന്നതുകൊണ്ട് അവിടെ ഞങ്ങൾ വണ്ടി ഇരിക്കുന്നുണ്ടോ അവിടെ വരെ ഞങ്ങൾക്ക് ഓടിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ. മെയിൻ റോഡിലോട്ട് ഇറക്കിയതെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ വണ്ടി നിന്ന് വിട്ടത്. അപ്പൊ നമ്മൾ ഇനി ഏത് കട അവിടെ മാത്രമാണോ? അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് സാധനം വാങ്ങിക്കട്ടെ. നീ ആലോചിച്ച് നോക്ക്, വീട്ടിൽ വന്ന അതിഥികൾ തന്നെ പാല് വാങ്ങിക്കാൻ പോകുന്നൊരവസ്ഥ ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാം. അപ്പൊ നമ്മൾ പാല് വാങ്ങിക്കട്ടെ. നമ്മൾ പാല് വാങ്ങിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അങ്ങോട്ടും ഡ്രൈവർ പാറുമാണ്. നമ്മൾ നമ്മുടെ പേടകത്തിൽ നമ്മൾ യാത്ര തുടരുന്നു. ഈ വീട്ടിലെ കുഞ്ഞു ഒന്ന് എണ്ണീറ്റാ കസാര ഒന്ന് കാണിക്കാനാ. അടുത്ത കുഞ്ഞു എല്ലാവരും കൂടെ ഒത്തുകൂടിയ എല്ലാ എണ്ണത്തിലും ഭ്രാന്താണ്. ആർക്കും തലയ്ക്കൊരു വെളിവുണ്ടായിരിക്കത്തില്ല. എല്ലാ എണ്ണവും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നടക്കുമായിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് മാമൻ്റെയും അനന്തരവളുടെയും ഗുസ്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടുകൂടെ പൊരിഞ്ഞടിയായിരുന്നു അവിടെ. നമ്മൾ അവിടെ ചുമ്മാ ഇരുന്ന് കണ്ടുകൊടുത്താൽ മതി. ഇല്ല, കാണികളെ പോലെ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അവിടെ ഇടപെടാൻ ചെന്നാൽ നമുക്കും കിട്ടും. അതിൻ്റെ ഇടയ്ക്കാണ് വീഡിയോ എടുക്കുക. പിന്നെ നമ്മൾ ഫോൺ മാറ്റി വെച്ചു. പിന്നെ അവരുടെ അടുത്ത് ടാറ്റാ ബൈ ബൈയും പറഞ്ഞ് നമ്മൾ പോവുകയാണ്. അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ ഒരു 7 മണിയൊക്കെ ആയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.